അടുത്തിടെയായി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കകളാണുള്ളത്. നവംബർ 2-ന് പുകവലിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്ന് 19-കാരിയെ തള്ളിയിട്ട സംഭവം നമ്മൾ വാർത്തകളിലൂടെ കേട്ടതാണ്. മാത്രമല്ല, സ്ത്രീകളെ ശല്യം ചെയ്യാനും അവരെ ലൈംഗിക ചുവയോടെ മാത്രം നോക്കിക്കാണുന്ന അപകടകാരികളായ ക്രിമിനലുകൾ ഇപ്പോഴും നമ്മുടെ യാത്ര ചെയ്യുന്ന ട്രെയിനുകളിൽ വിലസുന്നുണ്ട്. ട്രെയിനിൽ വെച്ച സ്ത്രീകളെ കടന്നുപിടിക്കാൻ ശ്രമിച്ച ഒരു യുവാവിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഒരു ട്രാവൽ വ്ലോഗർ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചിരുന്നു. കോഴിക്കോട് നിന്നും ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിനിൽ വെച്ചായിരുന്നു സംഭവം. ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ തനിക്കുണ്ടായതിൽ വെച്ച് ഏറ്റവും ഭയപ്പെടുത്തുന്ന അനുഭവമായിരുന്നു അതെന്നായിരുന്നു യുവതി വീഡിയോയിലൂടെ പറയുന്നത്. മണാലിയിലേക്കുള്ള യാത്രാമധ്യയാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത്. ഗ്രൂപ്പായി യാത്ര ചെയ്തിരുന്ന യുവതികളോടാണ് ഒരു യാത്രക്കാരൻ പട്ടാപ്പകൽ ലൈംഗികാതിക്രമണ ശ്രമങ്ങൾ നടത്തിയത്. യാത്രക്കിടെ തങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു കുട്ടിയെ ഇയാൾ കടന്നുപിടിക്കാൻ ശ്രമിച്ചു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഒപ്പം ഉണ്ടായിരുന്നവർ പ്രതികരിക്കുകയും ഇയാളെ ബലം പ്രയോഗിച്ച മറ്റൊരു ബോഗിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ അവിടെ എത്തിയ ഇയാൾ ആ ബോഗിയിലെ ഒരു സ്ത്രീയുടെ നേരെയും അതിക്രമത്തിന് ശ്രമിച്ചു. ഇതോടെ യാത്രക്കാർ ഇയാളെ ശരിക്കും കൈകാര്യം ചെയ്തു. കനത്ത മർദ്ദനമേറ്റിട്ടും ഇയാൾക്ക് ഒരു കൂസലുമില്ല. അതുവഴി കടന്നു പോകുന്ന സ്ത്രീകളെ നോക്കി ചിരിക്കുകയും അസ്വസ്ഥതയുണ്ടാക്കുന്ന രീതിയിലുള്ള നോട്ടവും പെരുമാറ്റവുമായിരുന്നു തുടർന്നും ഇയാളിൽ നിന്നും ഉണ്ടായത്. ഇതോടെ തങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു യുവതിയുടെ കൈവശമുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് ഇയാളുടെ കണ്ണിൽ പ്രയോഗിച്ചു. അപ്പോഴും ഇയാൾക്ക് താൻ ചെയ്തതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കൂട്ടായി യാത്ര ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇയാളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞതെന്നും ഒരു സ്ത്രീ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇയാൾ എല്ലാ അതിക്രമങ്ങളും നടത്തിയേനെന്നും യുവതി അഭിപ്രായപ്പെടുന്നു. ഇത്തരം സാമൂഹ്യ വിരുദ്ധർ പക്ക ഗോവിന്ദച്ചാമിയുടെ വേറൊരു പതിപ്പാണ്. അതുപോലെ ഇങ്ങനെയുള്ളവരെ ചപ്പാത്തിയും ചോറും കൊടുത്ത് വളർത്തുന്നത് കാരണം ഇവന്മാർക്കൊന്നും ആരെയും പേടിയില്ല. എന്തൊക്കെ കുറ്റം ചെയ്താലും ഇത്തരക്കാരെ സംരക്ഷിച്ച് തീറ്റിപ്പോറ്റി നടക്കാനും ഒരുപാട് പേർ ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് ഇവർക്ക് പേടിയില്ലാത്തതെന്നും യുവതി ചൂണ്ടിക്കാണിക്കുന്നു. വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതെന്ന് പറയുന്നവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ: തങ്ങൾക്ക് യാത്ര ചെയ്യണം, സ്ഥലങ്ങൾ കാണുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും വേണം. അതുകൊണ്ട് ഇതുപോലെയുള്ളവരെ പേടിച്ചിട്ട് യാത്ര ചെയ്യാതിരിക്കാൻ പറ്റില്ലെന്നും യുവതി വീഡിയോയിലൂടെ കൂട്ടിച്ചേർത്തു. ഇത്തരത്തിൽ ട്രെയിനുകളിൽ നിരവധി സംഭവങ്ങളാണ് ഇപ്പോഴും അരങ്ങേറുന്നത്.